ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഓണ പ്രോഗ്രാമൊക്കെ ഉള്ള ദിവസമാണ്. ഫ്രൈഡേ ആണ് ഇന്ന് സ്കൂള് ക്ലോസ് ചെയ്യും ഇന്നത്തെ ദിവസം. 10 ദിവസത്തെ ഓണ ലീവ്. അപ്പോൾ തലേ ദിവസം ഇതുപോലെ പൂവ് വാങ്ങിച്ചിട്ട് അവർക്കിന്ന് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള പൂവ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വാഴയിലയിൽ വെച്ചിട്ട് വെള്ളം കുടഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതാണ് വന്ന് നോക്കിയത്. അതൊരു നല്ല ഒരു ഫ്രഷ് ഫീലാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ ഇത് തലേദിവസം കൊണ്ടുവന്നപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇന്നത്തെ രണ്ടാമത്തെ കാര്യം, ഇന്ന് ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ അത് പൊങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പോയതാണ് രണ്ടാമതായിട്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ രാഗിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പ്രാവശ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ നേരെ ഇനി പരിപാടിയിലേക്ക് കടക്കാം. അത് ഞാൻ ചായക്ക് വേണ്ടിയിട്ട് പാല് ഒഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതുമ്മലുണ്ട് മാവേലിയും ഹാപ്പി ഓണമൊക്കെ. അപ്പോൾ മൊത്തം ഒരു ഓണം വൈബാണ്. പിന്നെ ഇന്ന് അസ്വാക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ലോട്ട് ഇട്ടിട്ട് ഓരോ ഡിഷസ്, സദ്യയുടെ ഓരോ വിഭവങ്ങൾ 2 കുട്ടികൾ വീതം കൊണ്ടുവരാം, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അസ്വാക്ക് അവിയലാണ്. അപ്പോൾ ഞാൻ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം നുറുക്കിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് അങ്ങനെ വേവിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ അവിയലുണ്ടാക്കി. അപ്പോൾ കറക്റ്റ് അവിയലിൻ്റെ നല്ലൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആ മെത്തേഡ് തന്നെ വീണ്ടും അതുതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തത്. മുന്നൊക്കെ ഞാൻ ചിലപ്പോൾ കുക്കറിൽ ജസ്റ്റ് ഒരു വിസിലടിക്കുക, പച്ചക്കറി അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കുഴഞ്ഞ പോലെ ഉണ്ടാവും. പിന്നെ ഇന്ന് ഇഡ്ഡലി ആണല്ലോ. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്നിക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ അരച്ചു. അതുപോലെ തന്നെ അവിയലിക്ക് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചക്കറി അങ്ങനെ ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഒരു മിനിമമായിട്ടുള്ള വേവിൽ അങ്ങനെ വെക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങയുടെ ഈ അരപ്പ് ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കുക. ഒരു മഞ്ഞപ്പൊടിയുടെയും തേങ്ങയുടെ ഒക്കെ ഒരു പച്ച ചുവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഫുള്ള് പച്ചക്കറിയിൽ നന്നായിട്ടത് മിക്സ് ചെയ്യുക. എന്നിട്ട് ശേഷം കട്ടത്തൈര് ഒഴിക്കുക. അതിന് ശേഷം കുറച്ച് നല്ല പുളിയുള്ള തൈരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ അവിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഒന്ന് കടുകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അവിയൽ റെഡിയായി. ഒരു ഡിഷ് 2 കുട്ടികൾ വീതം കൊണ്ടുവരുന്ന കാരണം ഒരു ചെറിയ അളവിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇത്രയുമാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള കുട്ടികൾ ബാക്കിയുള്ള ഡിഷസൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ലൊരു സദ്യയാവും അവർക്കിന്ന്. അപ്പോൾ അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നേരത്തെ പോകേണ്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം ഹറിബറി ആയിട്ടാണ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പോകുന്ന സമയമാകുമ്പോൾ അവർ തന്നെ ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ മുടി കെട്ടലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് ഇതുപോലെ കളർ ഡ്രസ്സും അങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് ഒരുങ്ങി ഇതായിട്ട് പോകണ്ടേ. അപ്പോൾ എനിക്ക് ഈ കുക്കിംഗ് പരിപാടി തീർത്ത് അവരെ ഫുഡൊക്കെ പെട്ടെന്ന് കഴിപ്പിച്ച് എന്നിട്ട് വേണം ഒരുക്കാനുള്ള പരിപാടിക്ക് നിൽക്കാൻ. അപ്പോൾ വേഗം കുക്കിങ്ങിൻ്റെ പരിപാടി നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചട്നിയും വേഗം റെഡിയാക്കി. ഇഡ്ഡലിക്ക് ചട്നി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ചട്നിയും വേഗം റെഡിയാക്കി. അതിന് ശേഷം ഞാൻ ഇഡ്ഡലി ഒഴിച്ച് വെച്ചത്. അപ്പോൾ ഇന്നാണ് എല്ലാ സ്കൂളുകളിലും ഓണ പ്രോഗ്രാമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലെ രാത്രി വരുമ്പോൾ സ്കൂളിലേക്ക് നമ്മൾ അത്തപ്പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ വാങ്ങിച്ചു. പിന്നെ ആണെങ്കിൽ മുല്ലപ്പൂ വാങ്ങിക്കാനുണ്ട്, പക്ഷെ മുല്ലപ്പൂ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെയൊക്കെ പോയിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചു. മുല്ലപ്പൂവിന് ഒരു മുളം 50 രൂപയാണ്. നമ്മളൊക്കെ പണ്ട് 10 രൂപയ്ക്ക് ഒരു മുളം. അല്ലെങ്കിൽ ഞാനൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ അടുത്ത് അങ്ങനെ വയസ്സായിട്ട് കുറച്ച്
അമ്മൂമ്മമാരൊക്കെ പൂക്കൾ വെക്കും. അപ്പോൾ 5 രൂപക്കൊക്കെ 2 മുളം അങ്ങനെയൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ 50 രൂപ ഒരു മുളത്തിന്. പക്ഷെ അതാണെങ്കിൽ പിന്നെ മൊട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ലെവൽ. അതുകൊണ്ട് ആ ഒരു ജാസ്മിൻ്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൂ വെച്ചു എന്നുള്ളതിനുള്ളൊരു പൂ. അപ്പോൾ ഇഡ്ഡലിയുടെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് എയർ ബബിളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു, ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തു. പിന്നെ കുറേ കാലത്തിന് ശേഷം വീണ്ടും നമ്മൾ പണ്ട് വാങ്ങിച്ചിരുന്ന നെയ്യ് കിട്ടി. കഴിഞ്ഞ ദിവസം താത്ത കൊടുന്നു. അപ്പോൾ അതിൽ നിന്ന് നെയ്യ് ചെറുതായിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇതാക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇഡ്ഡലിയുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ 4 റാക്ക് വരുന്ന ഇഡ്ഡലി തട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിൽ 5 എണ്ണം, അങ്ങനെ ഒരു 20 എണ്ണം, ഒറ്റ ട്രിപ്പിൽ 20 ഇഡ്ഡലിയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റ തവണ ഒഴിക്കേണ്ട ആവശ്യമൊന്നും, പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനും ഒന്നും ആവശ്യമില്ല, നമുക്ക് രാവിലെ കഴിക്കാനുള്ളത് മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരൊറ്റ തവണ മാത്രം ഒഴിച്ചിട്ട് വേഗം റെഡിയാക്കിയിട്ട് ആദ്യം തന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത്, അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പകുതി സമാധാനമാണ്. ഞാൻ ഇതേ മാവ് വെച്ചിട്ട് തന്നെയാണ് ദോശയും ചുടാറ്. അങ്ങനെ ഇഡ്ഡലിക്ക് വേറെ ബാറ്റർ, ദോശക്ക് വേറെ ബാറ്റർ, അങ്ങനെ ഒന്നും ഞാൻ ആക്കാറില്ല. പിന്നെ ഇഡ്ഡലിയുടെ ബാറ്റർ ചില സമയത്ത് നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് ദോശ ചുടും. അല്ലെങ്കിൽ അതേ സെയിം ബാറ്റർ തന്നെ ചെയ്യുക. അല്ലാതെ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ ചില ടൈമിൽ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ 2 ഫ്ലോപ്പ് ആവാറുണ്ട്, നല്ലപോലെ കിട്ടുകയാണെങ്കിൽ 2 നല്ലപോലെ കിട്ടാറുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ അതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ റാഗിപ്പൊടി ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അരിയും ഉഴുന്നൊക്കെ കുതിർക്കുമ്പോൾ അതിൻ്റെ കൂടെ റാഗി ഉണ്ടാകുമ്പോൾ റാഗി കുതിർത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ പൊടി ഇട്ട് മിക്സ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ നല്ല രീതിയിൽ തന്നെ വന്ന് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലി തട്ടിൽ നിന്ന് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പിൽ കിട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുട്ടികളെ ഒരുക്കാനാണ്. അപ്പോൾ ഹെയർ ചെയ്യലാണ് ഭയങ്കര ടാസ്ക്. കാരണം എനിക്കും വലിയ ഐഡിയകളില്ല. പിന്നെ ഇവരാണെങ്കിൽ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ ഒരു ഇങ്ങനെ ഹൈ പോണി ടെയിൽ പോലെ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ വാർന്നിട്ട് മുടഞ്ഞിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു പ്രത്യേക ഫങ്ഷൻ വരുമ്പോൾ ഞാനും പൊതുവെ അങ്ങനെയൊക്കെ തന്നെയാണ് കെട്ടാറ്. അപ്പോൾ അതുകൊണ്ട് പുതിയ ഹെയർ സ്റ്റൈലൊന്നും പരീക്ഷിക്കാനോ അല്ലെങ്കിൽ നോക്കാം. പിന്നെ ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കും കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ അവസാനം നമ്മൾ അറിയാവുന്ന ഏതിലെങ്കിലുമൊക്കെ എത്തിച്ചേരാറാണുള്ളത്. അപ്പോൾ ഇത്തവണ ഇതുപോലെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് സ്ലൈഡ് കുത്തി കൊടുത്തിട്ട് പിന്നെ അതുപോലെ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്നും കൂടി എടുത്തിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് മുടഞ്ഞിട്ട് പിന്നെ മുടി ഇങ്ങനെ ഫുൾ അഴിച്ചിടുകയാണ് ചെയ്തത്. ഇതാകുമ്പോൾ ഫ്രണ്ടിലേക്ക് കുറച്ചൊരു ഇങ്ങനെ നെറ്റി ഇങ്ങനെ ഭയങ്കര കയറിയ ആ ഒരു ഇതും ഉണ്ടാവില്ല, എന്നാലും ഫ്രണ്ട് ഒതുങ്ങിക്കെടുക്കുകയും ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒരു സ്ലൈഡും പിന്നെ അതുപോലെ മറ്റേ നമ്മൾ ടിംറ്റി എന്ന് പറയും അതും കൂടിയിട്ടാണ് വെച്ച് കൊടുത്തത്. പിന്നെ അതാ ജസ്റ്റ് അങ്ങനെ ഒന്ന് അവിടെ നിന്ന് മുടഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു ക്ലിപ്പ് സ്ലൈഡ് എന്തെങ്കിലും കുത്തിയിട്ട് അങ്ങനെ സെക്യൂർ ചെയ്താൽ മതി. പിന്നെ ഇതിന് മീതെ നമ്മളിങ്ങനെ മുടിയുടെ താഴത്ത് കൂടെ റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ മുല്ലപ്പൂ വെക്കുമല്ലേ, അങ്ങനെയാണ് വെച്ച് കൊടുത്തത്. പക്ഷെ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു 2 മുഴം തിക്നെസ്സിൽ വിരിഞ്ഞ മുല്ലപ്പൂ വെക്കുമ്പോൾ നല്ല അടിപൊളിയാവും. പക്ഷെ നമുക്കിന്ന് കിട്ടിയത് എന്താ പറയുക, മൊട്ടായിരുന്നു. എന്നാലും മുല്ലപ്പൂ വെച്ചല്ലോ എന്നുള്ളൊരു, എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം മുല്ലപ്പൂക്കെ വെക്കണത്. അപ്പോൾ 2 പേർക്കും ഞാൻ സെയിം മോഡൽ തന്നെയാണ് മുടി കെട്ടി കൊടുത്തത്. കാരണം വേറെ പ്രത്യേകിച്ച് മോഡലുകൾ എനിക്കറിയില്ല. പിന്നെ 2 വ്യത്യസ്ത മോഡലുകൾ പരീക്ഷിക്കാനുള്ള ടൈമും ഇല്ല. വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളാണെങ്കിൽ അസുവാക്ക് മാത്രം എന്ത് ചെയ്താൽ മതി,
നേരത്തെ പോയാൽ മതി, മറ്റാൾക്ക് കുറച്ചുകൂടി ടൈം ഉണ്ടാവാറുണ്ട് നഷ്വാക്ക്. പക്ഷേ വെള്ളിയാഴ്ച ആകുമ്പോൾ 2 പേർക്കും ഒരേ സമയത്താണ് വണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ആദ്യം കഴിയട്ടെ എന്നിട്ട് അടുത്ത ആൾ ചെയ്യാം, അങ്ങനെ കുറച്ച് ടൈം ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു രീതിക്ക് നിൽക്കാനുള്ള സമയമില്ല, 2 പേർക്കും ഒരുമിച്ചാവണം. അങ്ങനെ സെയിം മറ്റാൾക്ക് ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ഇവൾക്കും മുടി കെട്ടി കൊടുത്തത്. പിന്നെ അവിടെ അപ്പുറത്ത് നിൽക്കുക ഓരോന്ന് പറയണതനുസരിച്ച് ഇവർ തിരിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അങ്ങനെ മുടിയുടെ ലെങ്ത്ത് കുറച്ച്, പട്ടുപാവാടൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, അപ്പോൾ കുറച്ച് കയറ്റിയിട്ടേന് ഇക്കവിടെ നിന്ന് എന്തൊക്കെയോ കമൻറ്റ് പറയാണ്. പിന്നെ പൊതുവേ സ്ലൈഡും ഇതൊന്നും കുത്താൻ അസ്വാക്ക് വലിയ താല്പര്യമില്ല, മുടി വേദനാവും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ കുത്തുമ്പോഴൊക്കെ ഭയങ്കര എക്സ്പ്രഷനാണ്, അത്രയും ഇൻറ്റൻസിറ്റി ഒന്നും ഉണ്ടാവില്ല കുത്തുന്നതിന്, പക്ഷേ എക്സ്പ്രഷൻ കൂടുതലാണ്. അപ്പോൾ അവൾക്കും ഞാൻ സെയിം അതുപോലെ തന്നെ കെട്ടി കൊടുത്തത്. എന്നിട്ട് മുല്ലപ്പൂ വെച്ച് കൊടുത്തു. ഇവളുടേത് പിന്നെ ഷൂട്ട് ചെയ്യാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പറ്റി, പക്ഷെ നഷ്വാടാണെങ്കിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസമൊക്കെ നല്ല രീതിയിലൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പട്ടുപാവാട നമ്മൾ ഇപ്രാവശ്യം ഓണത്തിന് വേണ്ടി എടുത്താണ്, നല്ല അടിപൊളി പട്ടുപാവാട, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരേ ഡിസൈനിൽ കളർ ചേഞ്ച് ആയിട്ടുള്ളതാണ്. പിന്നെ നല്ല ബാംഗിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോസും കാര്യങ്ങളൊന്നും നല്ലപോലെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പട്ടുപാവാട ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളത് എടുക്കാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പട്ടുപാവാട അതുപോലെ ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും ഒരു സീസണൽ ഫങ്ഷൻ വരുമ്പോൾ, എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഇനി ഇടുള്ളൂ. ലൈക്ക് എന്താ പറയുക, അതുപോലെ അടുത്ത ഓണം അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പട്ടുപാവാട എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 3 വർഷം മുന്നെടുത്ത പട്ടുപാവാടയാണ് ഇതുവരെ നമ്മൾ പ്രോഗ്രാമിനൊക്കെ എടുത്തിരുന്നത്. അങ്ങനെ അപ്പോൾ പിന്നെ ഫേസിൽ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ തേച്ച് കൊടുത്തു. പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ വേഗം പൗഡർ ഇട്ടപ്പോൾ കോമ്പാക്ട് പൗഡറിൻ്റെ സെറ്റ് മൊത്തം അങ്ങനെ പൊടിഞ്ഞു പോയിക്കണം. അപ്പോൾ അതൊന്ന് പൗഡർ ഇട്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര പൗഡറായി. പിന്നെ ഞാനത് കൈകൊണ്ടൊക്കെ ഒരുവിധം തുടച്ച് അങ്ങനെ സെറ്റാക്കി. പിന്നെ ഇതാ കണ്ണെഴുതാനുണ്ടായിരുന്നു. അപ്പോൾ കണ്ണ് ഹിമാലയ കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ ലൈൻ മാത്രം എഴുതി കൊടുത്തു. മുകളിൽ എഴുതാനൊന്നും സമയം ഉണ്ടായില്ല, അപ്പോഴത്തേക്കും വേഗം ടൈം കഴിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മുല്ലപ്പൂ ഞാൻ അങ്ങനെ വെച്ചെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ മുട്ടായിട്ടുള്ളൂ, അങ്ങനെ വിരിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ വേഗം ഒരു 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തേക്ക്